ദേ നോക്കി നമുക്കൊന്നൊരു പുതിയ വീഡിയോ കണ്ടാലോ. ഇന്നെന്താ വീഡിയോ എന്നറിയാമോ? ഒരു ട്രാവൽ വ്ലോഗാണ്. ഒന്നുമല്ല, പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകുന്നൊരു വീഡിയോ ആണ്. ഞാൻ തലേ ദിവസം 2-ാം തീയതി പോയി അമ്മയെ കണ്ട് തൊഴുത് അതിനുശേഷം മാത്രമേ ഞാൻ പൊങ്കാല ഇടുകയുള്ളേ. അപ്പം 2-ാം തീയതി എൻ്റെ യാത്രയിലുള്ള കുറച്ച് വീഡിയോസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കാപ്പിലെന്ന് പറയുന്ന ഒരു സ്ഥലമാണ്, വർക്കലയ്ക്കടുത്ത്. കടലും കായലും ഒക്കെ ചേരുന്ന അതിസുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണേ. അപ്പം ഞാൻ കുറച്ച് വീഡിയോ, എൻ്റെ നാട് കണ്ടപ്പോഴത്തേക്ക് കുറച്ച് വീഡിയോ എടുക്കണമെന്ന് തോന്നി. പിന്നെ അമ്മയെ പോയി കണ്ട് തൊഴുന്നതിന് ശേഷം ഞാൻ അവിടെ ഉത്തമൻ എന്ന് പറയുന്നത്, അത് അവിടെ ഇരിക്കുന്ന കേട്ടോ, ആ അങ്കിളിൻ്റെ വീടാണ്. ഭയങ്കര നല്ല കുടുംബമാണ്. ആ ആൻറ്റിയും അങ്കിളും മകളും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. അവരുടെ റിലേറ്റീവിൻ്റെ വീട്ടിൻ്റെ അടുത്ത് നിന്നാണ് പൊങ്കാല ഇടുന്നത്. അപ്പം അതേ എൻ്റെ ഒരുക്കങ്ങളൊക്കെ, പൊങ്കാലയ്ക്കുള്ള എൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. ആ മഞ്ഞപ്പൂവൊക്കെ വെച്ച് കെട്ടിയിരിക്കുന്നതാണ് എൻ്റെ പൊങ്കാലക്കല. അപ്പം അതേ എല്ലാവരും അവരവരുടെ കലങ്ങളിലൊക്കെ വെള്ളം നിറച്ച് വെച്ച് മൂടി വെച്ചിട്ട് പൊങ്കാലയ്ക്ക് അതായത് തീ കൊളുത്താനുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് എല്ലാവരുടെയും ഒന്ന് എടുത്തന്നേ ഉള്ളൂ. ദേ അവിടെ ഇരുന്ന ഒരമ്മ തെരളിയൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പം അത് ഞാൻ ഗണപതിക്കുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് പൊങ്കാല ഇടുന്നത്. അവലുണ്ടാവും, മലരുണ്ടാവും, അതിൽ കൽക്കണ്ട്, ശർക്കര, പഴം, മുന്തിരി, പിന്നെ വിളക്ക് കൊളുത്താനുള്ള സാധനങ്ങളും ചന്ദനത്തിരിയും ഇതെല്ലാം കത്തിച്ച് വെച്ചതിന് ശേഷമേ ഞാൻ എൻ്റെ പൊങ്കാല സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇത് വേറൊരു കാര്യം പറഞ്ഞാൽ 8 വർഷങ്ങൾക്ക് ശേഷം, 8 അല്ല 6 വർഷങ്ങൾക്ക് ശേഷമുള്ള എൻ്റെ പൊങ്കാലയാണ്. എനിക്കറിയില്ല, ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്, പക്ഷേ ഇടാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മളെല്ലാവരും കാത്തിരുന്ന പൊങ്കാല ആരംഭിച്ച്. അപ്പം ഞാനും തീയൊക്കെ കൊളുത്തി വിളക്കൊക്കെ കത്തിച്ചു വെച്ചു, ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു വെച്ചു. ഞാനിങ്ങനെ പൊങ്കാലക്കലമൊക്കെ കത്തിച്ച് ഇങ്ങനെ വെള്ളം ഇങ്ങനെ തിളച്ച് വരണം. അപ്പം ഈ സമയത്ത് ഞാൻ അരിയൊക്കെ കഴുകാൻ പോയി. വിളക്കിരുന്ന് കത്തുന്നുണ്ട്, അരി കഴുകിയിട്ടു കേട്ടോ. അതൊന്നും എടുക്കാൻ എനിക്ക് ആരും ഇല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ തന്നെയാണ് അരിയൊക്കെ കഴുകിയിട്ടതിന് ശേഷം ഞാൻ എടുത്തതേ. അപ്പം നമ്മളെല്ലാവരും കാത്തിരുന്ന പൊങ്കാല നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. പൊങ്കാല തിളച്ച് തൂവണമെന്നാണ് ശാസ്ത്രം. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള കഥകളൊന്നും എനിക്കറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എനിക്ക് ആധികാരികമായിട്ട് പറയാൻ അറിയില്ല. പക്ഷെ പൊങ്കാല തിളച്ച് ഭൂമിയിൽ വീഴണമെന്നാണ് അതിൻ്റെ ശാസ്ത്രം. അപ്പം എൻ്റെ പൊങ്കാല നേരത്തെ തിളച്ചു കേട്ടോ, നേരത്തെ തിളച്ചു. അപ്പം ഞാനിപ്പോൾ ഇളക്കാൻ നേരത്തെ ഒരു മോനോട് പറഞ്ഞു, എനിക്ക് ഇതൊന്നൊരു വീഡിയോ, എന്നെ കൂടി ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ എടുത്തു തരണേന്ന്. എൻ്റെ തൊട്ടടുത്ത് നിന്നതാണ് ഉത്തമൻ അങ്കിളിൻ്റെ ഭാര്യ. അപ്പം എൻ്റെ പൊങ്കാല എല്ലാം കംപ്ലീറ്റ് ആയി, അടിപൊളിയായിട്ട് പൊങ്കാല ഇട്ടു. വിളക്ക് അവിടെ നിന്ന് കത്തുന്നുണ്ട്. അപ്പോൾ ബാക്കി എല്ലാവരും തിളച്ചൊക്കെ വരുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ മാത്രം പൊങ്കാല ഇട്ട് തീർന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത്, എനിക്ക് ഒരു വീട്ടിലെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന ഉത്തമൻ എന്ന് പറയുന്ന ഒരു അങ്കിളുണ്ട്. ആ അങ്കിളും അങ്കിളിൻ്റെ ഭാര്യയും മകളും ഒരു തലേ ദിവസം ഞാൻ അവിടെ പോയി താമസിച്ചു. എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു കേട്ടോ. അവരുടെ വീട്ടിനടുത്ത് ഒരു റിലേറ്റീവിൻ്റെ വീട്ടിനാണ് പൊങ്കാല ഇടുന്നത്. അടുത്ത വർഷവും ഒരു 3 കലത്തിൽ പൊങ്കാല ഇടണമെന്ന് പ്രാർത്ഥനയുണ്ട്. അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ തന്നെ തലേ ദിവസം താമസിച്ച് അവരോടൊപ്പം തന്നെ പൊങ്കാല ഇടണമെന്ന് ആഗ്രഹമുണ്ട്. അത്രയും നല്ല ആൾക്കാരായിരുന്നു. അപ്പോൾ ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ആ ഒരു കുടുംബത്തിനും കൂടി കിട്ടണേ എന്ന് ഞാൻ ഭയങ്കരമായിട്ട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു കേട്ട. കാര്യം നമുക്ക് അത്രയും ഭംഗിയായിട്ട് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന ഉത്തമ അങ്കിളിനും ഭാര്യയ്ക്കും മക്കൾക്കും ആ കുടുംബത്തിനും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആറ്റുകാലമ്മയോട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അടുത്ത വർഷവും എനിക്ക് വരാൻ പറ്റണേ, എനിക്ക് 3 കലത്തിൽ പൊങ്കാല ഇടാൻ പറ്റണേ എന്ന് ഞാൻ ഒരുപാട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാര്യം മുടങ്ങാതെ ഇട്ടുകൊണ്ടിരുന്ന പൊങ്കാല 5 വർഷം മുടങ്ങിക്കിടന്നു. പിന്നെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഇത്തവണ എനിക്ക് നന്നായിട്ട് ഇടാൻ പറ്റി. അടുത്ത തവണയും ഇടണേ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ കാണണമെങ്കിൽ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ.